2-3 കടകളിൽ പോയി ഒരു കടയിൽ നിന്ന് വ്യക്തമായിട്ട് 4 ചാക്കോളം ഹാൻസ് നമുക്ക് ലഭിക്കുകയും ആ ലഭിച്ചതിന് നമ്മൾ അതിന് നടപടിയെടുക്കുകയും അവർക്ക് നോട്ടീസ് നൽകുകയും അതേപോലെ തന്നെ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ആ കട പൊളിച്ചു മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മുനിസിപ്പാലിറ്റി. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ വിഭാഗം പരിശോധനകൾ കൂടുതൽ കർശനമാക്കുന്നു. പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുന്നതിൽ മാത്രം ഒതുങ്ങാതെ കടകളിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും നിരീക്ഷിക്കും. പരിശോധനയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പെരിന്തൽമണ്ണ നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നാലകത്ത് ബഷീർ അറിയിച്ചു. ലഹരി ഇന്ന് ഒരു വ്യക്തിയെ മാത്രമല്ല, ഒരു കുടുംബത്തെയും സമൂഹത്തെയും ഒരുപോലെ ബാധിക്കുന്ന ഗുരുതരമായ സാമൂഹിക വിപത്തായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. യുവാക്കളെയും വിദ്യാർത്ഥികളെയും ലക്ഷ്യമിട്ടുള്ള ലഹരി മാഫിയയുടെ പ്രവർത്തനങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇനി മുതൽ പഴകിയ ഭക്ഷ്യവസ്തുക്കൾ കണ്ടെത്തുന്നതിനൊപ്പം കടകളിൽ ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും കർശനമായി പരിശോധിക്കും. എക്സൈസ്, പോലീസ്, വിവിധ സർക്കാർ വകുപ്പുകൾ, വ്യാപാരി, ഹോട്ടൽ സംഘടനകൾ എന്നിവരുടെ സംയുക്ത യോഗത്തിലാണ് ഇതു സംബന്ധിച്ച നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. പരിശോധനയിൽ ലഹരി ഉൽപ്പന്നങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കാനാണ് നഗരസഭയുടെ തീരുമാനം. ആവശ്യമായാൽ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളും സ്വീകരിക്കും. ഇതിനോടകം തന്നെ പരിശോധനയിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് നടപടികൾ ആരംഭിച്ചതായി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നാലകത്ത് ബഷീർ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭ ഹെൽത്ത് വിഭാഗം സാധാരണ രീതിയിൽ പെരിന്തൽമണ്ണയിലുള്ള ഹോട്ടലുകളും ബേക്കറികളിലുള്ള പഴകിയ ഭക്ഷണങ്ങൾ പിടിക്കുക എന്നതിലുപരിയായിട്ട് ബഹുമാനപ്പെട്ട കേരള സർക്കാരിൻ്റെ ഹോം മിനിസ്റ്റർ രമേശ് ചെന്നിത്തലയുടെ ഒരു ഡ്രീം പ്രൊജക്റ്റായിട്ടുള്ള ഓപ്പറേഷൻ തൂഫാൻ, ലഹരിക്കെതിരെ ജനങ്ങളെ അണിനിരത്തുക എന്നുള്ള പ്രോഗ്രാമിൻ്റെ ഭാഗമായി തന്നെ പെരിന്തൽമണ്ണ പ്രദേശത്തുള്ള എല്ലാ കടകളും പരിശോധിക്കുകയും കടകളെല്ലാം പരിശോധിച്ച് അവിടെ ഇത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തുന്നുണ്ടെങ്കിൽ അത് മുഖം നോക്കാതെ, പാർട്ടി നോക്കാതെ, ജാതി മത വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി അതിനെ നേരിടാനും അങ്ങനെയുള്ള കടകൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ ആ കടയുടെ ലൈസൻസ് അടക്കം റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള പരിപാടികൾക്ക് ഇന്നലെ മുനിസിപ്പാലിറ്റിയിൽ ചേർന്ന എക്സൈസ്, പോലീസ് അതുപോലുള്ള വിവിധ വകുപ്പുകളുടെ, സംഘടനകളുടെ, വ്യാപാരികളുടെ, ഹോട്ടൽ ഉടമകളുടെ എല്ലാവരുടെയും സംയുക്തമായിട്ടുള്ള ഒരു യോഗത്തിൽ നമ്മളൊരു തീരുമാനമെടുത്തു. ഇതിന്റെ ഭാഗമായി തന്നെ ഇന്നലെ ആ യോഗം ചേരുന്നതിന് മുമ്പ് തന്നെ 2-3 കടകളിൽ പോയി ഒരു കടയിൽ നിന്ന് വ്യക്തമായിട്ട് 4 ചാക്കോളം ഹാൻസ് നമുക്ക് ലഭിക്കുകയും ആ ലഭിച്ചതിന് നമ്മൾ അതിന് നടപടിയെടുക്കുകയും അവർക്ക് നോട്ടീസ് നൽകുകയും അതേപോലെ തന്നെ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും ആ കട പൊളിച്ചു മാറ്റുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണ് മുനിസിപ്പാലിറ്റി. ഈ തരത്തിൽ ഏതൊരു കടയിൽ നിന്ന് ഇത് ലഭിക്കുകയാണെങ്കിലും, ഇത്തരത്തിലുള്ള ലഹരി ഉൽപ്പന്നങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് മുഖം നോക്കാതെ തന്നെ ആ കടയുടെ ലൈസൻസ് റദ്ദ് ചെയ്യുകയും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റിയുടെ ഭാഗമാണെങ്കിൽ അത് പൊളിച്ചു മാറ്റുകയും ആ തരത്തിൽ അവരെ കടയിൽ നിന്ന് ഒഴിപ്പിക്കുകയും ചെയ്യാനുള്ള ഒരു സംവിധാനത്തിനാണ് മുനിസിപ്പാലിറ്റി തുടക്കം കുറിച്ചിട്ടുള്ളത്. ലഹരിമുക്തമായ പെരിന്തൽമണ്ണ എന്ന ലക്ഷ്യത്തോടെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണവും നഗരസഭ പ്രതീക്ഷിക്കുന്നുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ നിയമ നടപടികൾക്കൊപ്പം ജനകീയ പങ്കാളിത്തത്തിനും പ്രാധാന്യം നൽകിയാണ് പെരിന്തൽമണ്ണ നഗരസഭയുടെ മുന്നേറ്റം. ലഹരിയില്ലാത്ത നാളെ എന്ന ലക്ഷ്യത്തോടെ പരിശോധനകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കൂടുതൽ വ്യാപിപ്പിക്കാനാണ് തീരുമാനവും. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം. എല്ലാവരും കോപ്പില്ല, നിങ്ങൾ അറിഞ്ഞു കാണും ഇപ്പൊ നടക്കുന്നതൊക്കെ. പക്ഷെ അറിയാത്ത ചിലതുണ്ട്. ലോകത്തിലെ പല വൻമരങ്ങളും വീണു. പലർക്കും പണി കൊടുത്തിട്ടും ഇതുവരെ വീഴാത്തൊരു വൻമരമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കും? അമേരിക്ക, നൈജീരിയ, ദുബായ്, ഉഗാണ്ട, പിന്നെ ഇന്ത്യ, ഇങ്ങനെ 50 രാജ്യത്ത് അവർ പണി കൊടുത്തതേ ഒരു 2 ജനറേഷനിലെ ആൾക്കാർക്കാണ്. അവരുടെ അവസ്ഥ എന്താ നിങ്ങൾക്ക് അറിയോ? മീഡിയം കോപ്പ കൊണ്ടെന്ന് പറഞ്ഞിട്ടെന്താ വേറെ പലതും കാണിക്കാൻ വലിയ ഉശിര. ഇങ്ങനെ പണി കൊടുത്തതിനെ കുറിച്ച് പറയാനോ അറിയിക്കാനോ ഇവിടെ മീഡിയയിലൊരു കഴിഞ്ഞ 27 വർഷമായിട്ടാണ് ഈ പേര് ഈണത്തിൽ കേട്ടു തുടങ്ങിയത്. കേരളത്തിലെ പല ആൾക്കാർക്കും പണി കൊടുത്തിട്ടാണ് അവരുടെ തുടക്കമെന്ന് എൻ്റെ ഡീപ്പ് റിസർച്ചിൽ മനസ്സിലായി. അവരെക്കുറിച്ച് എൻ്റെ കയ്യിൽ ഇൻകൺട്രോവർട്ടിബിൾ എവിഡൻസ് ഉണ്ട്. അമേരിക്കയിലെ ക്രിസ്റ്റഫർ, ദുബായിലെ സയ്യിദ്, കാട്ടാക്കടയിലെ ചന്ദ്രൻ വരെ പണി കിട്ടിയ പലരും ഇതുപോലുള്ള വലിയ കമ്പനികളിലാണ്. ഇങ്ങനെയുള്ളൊരു ടീമിനെ കുറിച്ച് ഞാനെന്തിനിങ്ങനെ വാദൂരാതെ പറയണം? എന്തിന്? വൈ? ബിക്കോസ് നിങ്ങൾക്ക് അറിയുന്നവർക്കോ നല്ല പണി കിട്ടും. ആരാണവർ? ഇന്റർനാഷണലി അവർക്ക് ഒരൊറ്റ പേരേ ഉള്ളൂ, ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ.
സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ്. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ലേൺ സ്മാർട്ട് ഫോൺ ആൻഡ് മാക്ബുക്ക് എഞ്ചിനീയറിംഗ് ഫ്രം ബ്രിക്കോ ആൻഡ് ബ്രിക്കോ, ഇന്ത്യസ് ഫസ്റ്റ് ആൻഡ് ലാർജസ്റ്റ് സ്മാർട്ട് ഫോൺ ഇൻസ്റ്റിറ്റ്യൂട്ട്. 100% പ്ലേസ്മെന്റ് ബ്രിക്കോ ഗ്യാരണ്ടിയിൽ ഉറപ്പ് നൽകുന്നു. സ്മാർട്ടായി പഠിക്കാം, നല്ല പണിയും കിട്ടും. ബ്രിക്കോ ആൻഡ് ബ്രിക്കോ, പണി കൊടുത്ത 4 നൂറ്റാണ്ട്.